നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗർഭകാല പരിചരണത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സീനിയർ ഗൈനക്കോളജിസ്റ്റും അതുപോലെ തന്നെ കേരള ഹെൽത്ത് സർവീസസിലെ റിട്ടയർഡ് ചീഫ് കൺസൾട്ടന്റും ഗൈനക്കോളജിസ്റ്റും കൂടിയായിട്ടുള്ള ഡോക്ടർ ലീലാമണി SY ആണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഗർഭകാല പരിചരണത്തിന്റെ ആവശ്യകതകൾ എത്രത്തോളമാണ്? ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാം പ്രതീക്ഷ എന്താണ്? വളരെ ആരോഗ്യമുള്ള ഒരമ്മയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞും. ഗർഭം എന്നത് ഒരു അസുഖമല്ല എന്ന് നമ്മൾ പറയും. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഒരവസ്ഥ മാത്രമാണ്. പക്ഷേ എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ ഗർഭം ഒരു സങ്കീർണമാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഒരു മറ്റസുഖങ്ങളുള്ള ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോഴും ഗർഭകാലത്തിന് മാത്രമായിട്ട് ചില സങ്കീർണതയുണ്ട്. അത് ആ സ്ത്രീയിൽ ഉണ്ടാകുമ്പോഴും ആ ഗർഭം സങ്കീർണമാകുന്നതിനും വിദഗ്ധ ചികിത്സ ആവശ്യമായി വരുന്നതിനും കാരണമാകും. അതുകൊണ്ടാണ് നമ്മൾ ഗർഭകാല പരിചരണത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. എന്തൊരു സങ്കീർണതയും നമ്മൾ എത്ര നേരത്തെ കണ്ടുപിടിക്കുമോ അതിൻ്റെ ചികിത്സ അത്രയും എളുപ്പമായിരിക്കും. അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻ ആ അമ്മയ്ക്ക് വളരെ കുറവായിരിക്കും. അതായത് സേഫ് മദർഹുഡ്, ആ ഒരു നല്ല അമ്മയും ഒരു നല്ല കുഞ്ഞും നമുക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡെലിവറിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആരോഗ്യ സൂചികയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. സർക്കാരിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ പ്രവർത്തന ഫലമായി മാതൃ ശിശു മരണനിരക്ക് വളരെ കുറഞ്ഞ രീതിയിലാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനും നമുക്ക് തടയാൻ പറ്റുന്ന എല്ലാ മരണങ്ങളും എല്ലാ കോംപ്ലിക്കേഷൻസും തടയുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഗർഭകാല പരിചരണത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ആ പരിചരണത്തിലൂടെ മാത്രമേ നമുക്കത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനും അതിന് വേണ്ടുന്ന ചികിത്സ കൊടുത്ത് ആ ഗർഭിണിക്ക് യാതൊരു കുഴപ്പവും വരാതെ, ആ കുഞ്ഞിന് യാതൊരു കുഴപ്പവും വരാതെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഗർഭകാല പരിചരണം എങ്ങനെയാണ്? അതായത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? തുടക്കം മുതൽ തന്നെ പ്രസവം വരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ധാരാളം കാര്യങ്ങൾ. അതെ, ഇപ്പൊ ജീവിതശൈലി രോഗങ്ങളായാലും അങ്ങനെയുള്ളവരൊക്കെ ഈ ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ധാരാളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സ്ത്രീ ഗർഭിണി എന്ന് അറിയുമ്പോൾ തുടങ്ങി ഗർഭിണിയാണെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ഇന്ന് സാധാരണ ജനങ്ങൾക്ക് തന്നെ അറിവുള്ളതാണ്. ഒരു സ്ത്രീയുടെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അവൾ ഗർഭിണി എന്ന് അറിയുന്നത് മുതൽ തന്നെ എൻ്റെ പരിചരണം നമ്മളെ ആരംഭിക്കുന്നു. ഗർഭം എന്ന് പറയുന്നത് ഏകദേശം 9 മാസം കടന്നു പോകേണ്ട ഒരു സമയമാണ്. ഇതിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഗർഭിണി എന്ന് അറിയുന്നത് മുതൽ പ്രസവം വരെയും എപ്പോഴും ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് ഇപ്പോൾ ഒരു ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ വേണ്ട അതിനുമായിട്ട് ബന്ധപ്പെട്ട ചില പരിശോധനകളെങ്കിലും നടത്തിയിരിക്കണമെന്നുള്ളതാണ്. ആദ്യത്തെ മാസങ്ങളിൽ ഈ ഗർഭം വളർച്ചയിലേക്ക് പോവാതെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഗർഭപാത്രത്തിനുള്ളിൽ ജനിക്കേണ്ടുന്ന കുഞ്ഞ് ഗർഭപാത്രത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ, അതായത് ട്യൂബിൽ, അണ്ഡാശയത്തിലൊക്കെ ജനിച്ചിട്ട് ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയും, അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും, വേറെ സ്ഥലങ്ങളിൽ ജനിച്ചു കഴിഞ്ഞാൽ അത് അമ്മയുടെ ജീവന് അപകടകരമാകുന്ന രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നതിനും പ്രശ്നങ്ങളുണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യ മാസങ്ങളിൽ തന്നെ നമ്മളത് ടെസ്റ്റ് ചെയ്ത് ഗർഭപാത്രത്തിനുള്ളിലാണെന്ന് നമ്മൾ തിട്ടപ്പെടുത്തണം. പിന്നുള്ളത് ഒരു കുഞ്ഞിൻ്റെ പൂർണ്ണ വളർച്ച, അതായത് അതിൻ്റെ അവയവങ്ങളുടെ എല്ലാം വളർച്ച ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് ആദ്യത്തെ 6 മുതൽ 9 വരെയുള്ള ആഴ്ച സമയങ്ങളിലാണ്. ഈ സമയത്ത് നമ്മൾ വേണ്ടുന്ന ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ അനാവശ്യമായി മരുന്നുകൾ കഴിക്കുക. ചില സ്ത്രീകൾക്ക് ആ സമയത്ത് മരുന്നുകൾ ആവശ്യമായിട്ടുള്ളവരുണ്ട്, നേരത്തെ അസുഖങ്ങൾക്ക്. അവർ സേഫായിട്ടുള്ള മരുന്നിലേക്ക് മാറുക. ഈ കുഞ്ഞ് നമ്മൾ ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ നല്ലതായിട്ട് വളരുന്നു എന്ന് തിട്ടപ്പെടുത്തുക. ഇതിനെല്ലാം വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ പലരും ചോദിക്കും, ഈ ഗർഭിണി എന്ന് അറിഞ്ഞ ഉടനെ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന്. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ട് തന്നെ. വലിയ മരുന്നുകൾ കഴിക്കാനല്ല, നമ്മുടെ ഗർഭം നല്ലതായിട്ട് വളരുന്നു, അത് ശരിക്കും വളരേണ്ടുന്ന സ്ഥലത്ത് വളരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയത്ത് ചെക്കപ്പ് പറയുന്നത്. ഇതാണ് ആദ്യത്തെ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ചെക്കപ്പ്.
ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മളിപ്പോൾ സ്ഥിരം കണ്ടും കേട്ടും വരുന്ന ഒരു കാര്യമാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഗർഭിണി ആയിരിക്കുമ്പോഴും അതിനുശേഷം, അതായത് കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷവും സ്ത്രീകൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അപ്പം അതുമൂലം ഒരുപാട് ആത്മഹത്യ ഉൾപ്പെടെയും മാനസിക നില തെറ്റുന്ന രീതി വരെ ഇപ്പം നിലവിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാം, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചൊന്ന് വ്യക്തമാക്കാവോ? അതെ, മെൻ്റൽ ഹെൽത്ത് നമ്മുടെ സമൂഹത്തിന് വളരെ അത്യാവശ്യം. നമ്മൾ ഹെൽത്തിൻ്റെ നല്ലൊരു ഭാഗം, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരു ഗർഭിണി, ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ സ്ത്രീക്ക് മാത്രമല്ല വീട്ടിലുള്ളവർക്ക് നല്ല മെൻ്റൽ ഹെൽത്ത് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. അവരെ സമയാസമയം ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതിനും ചെക്കപ്പിന് കൊണ്ടുപോകുന്നതിനും അവർക്ക് വേണ്ടുന്ന ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക, ഇതിനെല്ലാം വീട്ടുകാർക്കും ഒരു മെൻ്റൽ ഹെൽത്ത് വേണം. സ്ത്രീക്ക് മാത്രം പോരാ, സ്ത്രീയുടെ ഭർത്താവിനും അവരുടെ ബന്ധുക്കൾക്കും അവരുടെ വീട്ടുകാർക്കും എല്ലാം ഈ മെൻ്റൽ ഹെൽത്ത് ആവശ്യമാണ്. സ്ത്രീക്ക് ഇത് വളരെ സ്ട്രെസ്ഫുൾ കണ്ടീഷനാണ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ സ്ട്രെസ്സ് വിസ്റ്റാൻഡ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത് വിജയപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നതിന് കുടുംബത്തിൻ്റെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അപ്പോൾ നല്ലൊരു മെൻ്റൽ ഹെൽത്തുള്ള ആൾക്കാർക്ക് ഇവരുടെ ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് പിന്നെ ഉള്ളത്, നേരത്തെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങളുള്ള സ്ത്രീകളുണ്ട്. അവർക്ക് ഈ സമയത്ത് ഗർഭകാലമാകുമ്പോൾ ആ പ്രശ്നങ്ങൾ കൂടുതൽ മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മരുന്നുകൾ കഴിക്കേണ്ടി വരും, കൂടുതൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേ കാര്യം തന്നെയാണ് ഗർഭകാലം കടന്നു കഴിഞ്ഞിട്ട് അവർ പ്രസവിച്ച് കഴിയുമ്പോൾ, അതാണ് ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ സമയത്ത് ആത്മഹത്യാ പ്രവണതയൊക്കെ കൂടുതൽ കാണാറുണ്ട്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങളുണ്ട്. നമുക്കിതിനെല്ലാം ഉള്ള സംവിധാനം ഇന്ന് ആരോഗ്യവകുപ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനായിട്ട് പ്രത്യേക ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നുണ്ട്. മാതൃമരണ നിരക്കിൽ ഒരു നല്ല ശതമാനം ആത്മഹത്യയാണ്. അപ്പോൾ അത് കുറയ്ക്കുന്നതിന് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി അവർക്ക് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ അമ്മ മനസ്സെന്നൊരു പ്രോഗ്രാമുണ്ട്. അതിലൂടെ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടെത്തിയാൽ, നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവരെ അതുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നതിനും അവർക്കതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുന്നതിനും അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് അവർ നല്ലൊരു അമ്മയായി, നല്ലൊരു കുഞ്ഞിനെ പരിചരിക്കുന്ന അമ്മയായി മാറുന്നതിനും സാധിക്കും. ശരി ഡോക്ടർ, വ്യക്തമാണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് നന്നായിട്ട് തന്നെ പറഞ്ഞിരുന്നു ഡോക്ടർ. അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഭക്ഷണം, വിശ്രമം, ഉറക്കം, വ്യായാമം, ഇതിലൊക്കെ ഒരു ഗർഭിണി ആയിരിക്കും എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഗർഭം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയം മാത്രം, അല്ല ഫുൾ റെസ്റ്റ് വേണമെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ. നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, പണ്ടേ ദുർബല പിന്നെയും ഗർഭിണി. അത് സ്ത്രീയെ പറ്റി പറയുന്നതാണ്. അത് ശരിക്കും അന്വർത്ഥം തന്നെയാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണം. ഇപ്പോൾ സാധാരണ ഒരു സ്ത്രീ കഴിക്കുന്നത് പോലെ 3 നേരവും വയറ് നിറച്ച ആഹാരം കഴിക്കാൻ ഒരു ഗർഭിണിക്കും പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല ആഹാരങ്ങൾ, പോഷക ഗുണമുള്ള ആഹാരങ്ങൾ കൂടുതൽ പ്രാവശ്യം കുറഞ്ഞ അളവിൽ കഴിക്കുന്നതാണ് ഗർഭിണിക്ക് നല്ലത്. അവർക്ക് ദഹിക്കുന്നതിനും പലർക്കുള്ള വലിയൊരു ബുദ്ധിമുട്ടാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, ഛർദിൽ. ഇതെല്ലാം കുറയ്ക്കുന്നതിനും നമ്മൾ കുറഞ്ഞ അളവിൽ കൂടുതൽ പ്രാവശ്യം കഴിക്കുന്നത് നല്ലതായിരിക്കും. ആഹാരത്തിൽ ഏത് ആഹാരം എന്നുള്ളതിൽ വലിയ നിയന്ത്രണമില്ല എങ്കിൽ പോലും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ആഹാരങ്ങൾ, അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലുള്ള ആഹാരങ്ങൾ ഗർഭകാലത്ത് കഴിക്കാതിരിക്കുന്നതാണ്, അളവ് കുറയ്ക്കുന്നതാണ്. ഒന്നും കഴിച്ചുകൂടായകയില്ല. നമ്മൾ കഴിക്കുമ്പോൾ ഒരു സമയത്ത് നമ്മൾ മധുരം കഴിച്ചെങ്കിൽ നമ്മൾ അടുത്ത ആഹാരത്തിൽ അത് ക്രമീകരിക്കുക. അപ്പോൾ ആഹാരത്തിൻ്റെ രീതിയിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. പല ഗർഭിണികളും മടിക്കുന്ന ഒന്നാണ് വെള്ളം കുടിക്കാൻ. വെള്ളം കുടിച്ചില്ലെങ്കിൽ കുഞ്ഞിൻ്റെയും അമ്മയുടെ ആരോഗ്യത്തെ ബാധിക്കും എന്ന് മാത്രമല്ല, കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും എന്ന് മാത്രമല്ല, മറ്റ് അണുബാധകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മൂത്രാശയം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിന് അടുത്തിരിക്കുന്ന ഒരു അവയവമാണ്. ശരിക്കും വെള്ളം കുടിക്കാത്ത സ്ത്രീകളിൽ പല പ്രാവശ്യം അണുബാധ ഉണ്ടാകുന്നതിനും അതുമൂലമുള്ള കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യതയുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. അതുപോലെ തന്നെ ഗർഭിണികളുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്? ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനാണ്. അപ്പോൾ ആ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാം, പാട്ട് കേൾക്കാം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവരെ അനുവദിക്കണം. നമ്മൾ വീട്ടിനകത്ത് തന്നെ അവർ ഒതുങ്ങിക്കൂടണമെന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ വലിയ ക്രൗഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ പല കണ്ടേജിയസ് ഡിസീസ്, ഇപ്പോൾ ചിക്കൻ ബോക്സ് ഉള്ള അസുഖങ്ങൾ നമ്മളറിയാതെ തന്നെ, അതൊക്കെ ഉള്ളവർക്ക് വലിയ ആരോഗ്യ പ്രശ്നമൊന്നും കാണില്ല. അവരെല്ലാം ഈ ക്രൗഡിലുണ്ടെങ്കിൽ ആ രോഗം നമുക്ക് വരാനും, പിന്നെ ഗർഭകാലത്ത് എന്ത് അസുഖം വന്നാലും അത് ട്രീറ്റ്മെൻറ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു ജീവനല്ല 2 ജീവനെയാണ് നമ്മൾ ഒന്നിച്ച്
ചികിത്സിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനും കൂടെ ദോഷമില്ലാത്ത മരുന്ന്. നമുക്കറിയാമല്ലോ കോവിഡ് കാലത്തൊക്കെ നമ്മൾ ഗർഭിണിക്ക് കൊടുത്തിരുന്ന പരിരക്ഷ അല്ലെങ്കിൽ പരിചരണം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഗർഭിണിക്ക് റെസ്റ്റ് ആവശ്യം. ഞാൻ പറഞ്ഞില്ലേ, ബെഡ് റെസ്റ്റ് ഒന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ കുറച്ച് റെസ്റ്റ് അവർക്ക് സാധാരണ ഒരു സ്ത്രീയെക്കാളും കൂടുതൽ ആവശ്യമുണ്ട്. ഉറക്കം അതുപോലെ സ്ത്രീക്ക് കൂടുതൽ ആവശ്യമുണ്ട്. നമ്മളൊരു പകൽ ഒരു 2 മണിക്കൂറെങ്കിലും ഒരു റെസ്റ്റ് ചെയ്യണം, ഉറങ്ങണം എന്നൊക്കെയാണ് പറയുന്നത്. 8 മുതൽ 10 മണിക്കൂർ വരെ സ്ത്രീക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം നമ്മൾ പറയും എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാർ ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്ന ആവശ്യമൊന്നും ഗർഭത്തിലില്ല. അത് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. കുടുംബത്തിന്റെ സപ്പോർട്ട് എത്രത്തോളം ആവശ്യമാണ് എന്നതും അതുപോലെ തന്നെ ഗർഭകാലത്തെ ആശങ്കകൾ എങ്ങനെയെല്ലാം എന്നൊക്കെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിരുന്നു. എപ്പോഴൊക്കെയാണ് ഡോക്ടർ പ്രധാനമായിട്ട് ചോദിക്കേണ്ട കാര്യമാണ്, എപ്പോഴൊക്കെയാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത്? എന്തെല്ലാം ചികിത്സകളാണ് ഈ സമയത്ത് നമ്മൾ എടുക്കേണ്ടത്? ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ 3 മാസത്തിൽ നമ്മൾ ഗർഭം ആണെന്ന് തിട്ടപ്പെടുത്തുന്നു, ആ ഗർഭം വളരുന്നു എന്ന് തിട്ടപ്പെടുത്തുന്നു, അത് വളരേണ്ട സ്ഥലത്ത് തന്നെ വളരുന്നു എന്ന് തിട്ടപ്പെടുത്തുന്നു. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺസേൺ ആയിട്ടുള്ളത് കുഞ്ഞിൻ്റെ വൈകല്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ 6 മുതൽ 9 ആഴ്ച വരെ ആകുമ്പോൾ എല്ലാ അവയവങ്ങളും കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായി കഴിയും. ആദ്യത്തെ 3 മാസം ആകുമ്പോഴുള്ള ഒരു സ്കാനിങ് പരിശോധന നടത്തിയാൽ ഒരു പരിധിവരെ നമുക്ക് വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആ സ്കാനിങ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത പ്രധാനമായിട്ടുള്ള ഒരു സ്കാനിങ് എന്ന് പറയുന്നത് 5-ാം മാസത്തിലാണ്. നമ്മൾ സാധാരണ അനോമലി സ്കാൻ എന്ന് തന്നെയാണ് അതിന് പേര് പറയുന്നത്. അപ്പോൾ 5-ാം മാസത്തിലെ ആ സ്കാനിങ്ങും കൂടെ കഴിയുമ്പോൾ ഏകദേശം വൈകല്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സ്കാനിങ്ങിനെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്ത് ഒരു കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സ്കാൻ ചെയ്യുന്ന മിക്ക സ്കാൻ സെൻറ്റേഴ്സ് അതിൻ്റെ ഒരു ഡിസ്ക്ലൈമർ അവിടെ കൊടുക്കാറുണ്ട്. സ്കാനിങ് 100% ഇല്ലെന്ന്. സ്കാനിങ്ങിൻ്റെ റിസൾട്ട് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ സാധാരണ ഇന്നത്തെ സ്ത്രീകളിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒബീസിറ്റി എന്ന് പറയുന്നത്, അത് അമിതമായി വണ്ണമുള്ള സ്ത്രീകളിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അത് ഈ അൾട്രാസൗണ്ട് പെനിട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഇമേജൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുഞ്ഞിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ചില ഇത് നമുക്ക് ക്ലിയർ ആകാതെ വരും. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് അൾട്രാസൗണ്ട് പരിശോധന എന്ന് പറയുന്ന ഒരു 100% നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും ഒരു നല്ലൊരളവ് വരെ കുഞ്ഞിൻ്റെ വൈകല്യങ്ങൾ സ്ട്രക്ചറിലുള്ളത്, അതിൻ്റെ ഫങ്ഷനിലുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. സ്ട്രക്ചറായിട്ട് ഇപ്പോൾ ഒരു കൈയില്ല, ഒരു കാലില്ല, അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും ഷേപ്പിൻ്റെ വ്യത്യാസം, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞിട്ട് 100% നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, പത്തനംതിട്ടയിൽ നിന്നും പത്മമാണ്. പത്മ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ ചോദിക്കുന്ന മരുമകൾക്ക് വേണ്ടിയായിരുന്നു. നമുക്ക് ഈ കറക്റ്റ് ഡേറ്റ് എത്ര ദിവസം നമുക്കൊരു പൂർണ്ണ വളർച്ചയായിട്ടുള്ള ഒരു സിസേറിയൻ ആണെങ്കിൽ തന്നെ നമുക്ക് എത്ര ഡേറ്റ് ആയിട്ട് പറഞ്ഞാലും മതി, എത്ര മാസം, അതെങ്ങനെയത് അതെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിപ്പോ എങ്ങനെയാന്നുള്ളൊരു സംശയം ഡോക്ടർ, അതൊന്ന് പറഞ്ഞുതരാം. നമ്മളുടെ ഈ സ്കാനിങ് പോലുള്ള പരിശോധനകൾ വരുന്നതിന് മുമ്പ് സ്ത്രീ പറയുന്ന അവരുടെ മാസമുറയുടെ ഡേറ്റ് അനുസരിച്ചാണ് നമ്മൾ എന്ന് പ്രസവം നടക്കുമെന്നൊരു തീരുമാനം എടുക്കുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഗർഭകാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്താനായിട്ട് 37 ആഴ്ചയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സയൻസിൻ്റെയൊക്കെ വികാസം അനുസരിച്ച് നമുക്ക് സ്കാനിങ് പരിശോധനയിലൂടെ കറക്റ്റായിട്ട് അത് എത്ര ആഴ്ച എത്ര ദിവസം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ അവസാനം കൊണ്ടുപോയി മാസം തികയുമ്പോൾ സ്കാൻ ചെയ്താലല്ല, നേരത്തെ സ്കാൻ ചെയ്യണം. 3 മാസത്തിന് മുമ്പുള്ള സ്കാനിങ്ങിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട്, നമ്മൾ ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയും, എന്ന് പ്രസവം നടക്കണം എന്നുള്ളത് നമുക്കപ്പോൾ പറയാൻ പറ്റും. 37 ആഴ്ച കഴിഞ്ഞ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ സാധാരണ പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ആയിരിക്കും. അവരുടെ ബാക്കി നമ്മൾ ചൂടിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റ് അധിക പരിചരണമൊന്നും സാധാരണഗതിയിൽ അവർക്ക് ആവശ്യമായി വരാറില്ല. എന്നാൽ നമ്മളിപ്പോൾ നോർമൽ ഡെലിവറി നടക്കണമെങ്കിൽ നമുക്ക് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും നേരത്തെ പ്രസവിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന ഡോക്ടർക്ക് തന്നെ നമ്മളോട് അത് റിപ്പോർട്ട് ചെയ്യും. നമുക്ക് ഇവർ ഡേറ്റ് വരെ പോയാൽ കുഞ്ഞിന് അപകടം വരാൻ സാധ്യതയുണ്ടെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ 40 ആഴ്ചയാണ്, 37 മുതൽ 40 വരെയുള്ള ആഴ്ചയിൽ ആണ് സാധാരണ പൂർണ്ണ വളർച്ചയായ ഗർഭം നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇലക്റ്റീവായിട്ട് സിസേറിയനൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ കഴിയുന്നതും പകൽ സമയത്ത്, ഇലക്റ്റീവ് സിസേറിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിസേറിയൻ മാത്രം നടക്കുന്ന സ്ത്രീകളിൽ, അത് നമുക്ക് നേരത്തെ തന്നെ നമുക്ക് ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ അർദ്ധരാത്രി ഒന്നും ഒരു വേദന വന്ന് എമർജൻസി ആയി ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും ഇലക്റ്റീവായിട്ട് ചെയ്യുന്നത് കൂടുതൽ
സൗകര്യപ്രദവും കൂടുതൽ സുരക്ഷിതവുമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 37 ആഴ്ചയ്ക്കും 40 ആഴ്ചയ്ക്ക് ഇടയിലുള്ള സമയത്ത് നോർമൽ ഡെലിവറിക്കൊക്കെ നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്ത ഗർഭമാണെങ്കിൽ നമുക്ക് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഈ ഡേറ്റ് നമുക്ക് നേരത്തെ ഞാനീ പറഞ്ഞതുപോലെ അവസാനം 38 ആഴ്ചയാകുമ്പം ചെയ്ത ഒരു സ്കാനിങ്ങിലല്ല നമ്മൾ ഡേറ്റ് കണ്ടുപിടിക്കുക. അതിനാണ് ഈ ഗർഭകാല പരിചരണം, ഗർഭിണി എന്നറിയുമ്പം മുതലുള്ള പരിചരണം. ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ പരിചരണത്തിലൂടെ നമുക്ക് ശേഖരിച്ച് വെച്ച് അത് പ്രസവ സമയത്ത് അത് ഉപയോഗിക്കുന്നതിനും അമ്മയ്ക്കും കുഞ്ഞിനും ഒരു പ്രശ്നമില്ലാതെ കൈകാര്യം ചെയ്യുന്നതിനും സാധിക്കും. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഗർഭകാല പരിചരണത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് ഡോക്ടർ ലീലാമണിയാണ്. നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, പാലക്കാട് നിന്നും സഞ്ജയാണ്. സഞ്ജയ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ പറയൂ. ഗർഭകാല പരിചരണത്തിലേ ഡെലിവറി കഴിഞ്ഞു. അപ്പോ പാല് തീരെയില്ല, 4 ദിവസമായി, 4 ഡേയ്സായി കഴിഞ്ഞിട്ട്. ഹലോ കേക്കാം, പറഞ്ഞോളൂ. പാല് തീരെ കുടിക്കുന്നില്ല കുട്ടിയെ. എന്താണ്? പാല് തീരെ കുടിക്കുന്നില്ല. കൊച്ചാണ് ജനിച്ചേക്കുന്നത്. എത്ര ദിവസമായി ഡെലിവറി ആയിട്ട്? ഇപ്പൊ 4 ദിവസമായി. 4 ദിവസം. ഹോസ്പിറ്റൽ ഡെലിവറി അല്ലായിരുന്നോ? അതെ, നോർമൽ ഡെലിവറി. കുഞ്ഞുങ്ങളുടെ ഡോക്ടറൊക്കെ കുഞ്ഞിനെ കണ്ടതല്ലേ? കണ്ടതാണ്. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി. ഡിസ്ചാർജ് ആയി. അപ്പൊ അവിടെ വെച്ച് പാല് കുടിക്കുന്നില്ലായിരുന്നോ? അവിടെ നിന്ന് വെച്ച് കുടിച്ചായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോ അങ്ങനെയുള്ള വീട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ കാണാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ. അപ്പോൾ കുഞ്ഞ് പാല് കുടിക്കാതെ വരുന്നതിന് പല കാരണങ്ങളുണ്ട്. പിന്നെ ആദ്യത്തെ പ്രസവമാകുമ്പോൾ ആ സ്ത്രീക്ക് ചിലപ്പോൾ പാല് കൊടുക്കുന്നതിനുള്ള പരിചയം കുറവായിരിക്കും. അപ്പോൾ മുതിർന്നവരവരെ സഹായിക്കുക, അവർ പാല് കൊടുക്കാനായിട്ട്. പിന്നെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് സമയമൊന്നുമില്ല. ഇപ്പം നമ്മൾ ആഹാരം കഴിക്കുന്ന പോലെയല്ല, എപ്പോൾ അത് കരഞ്ഞാലും അത് പാല് കുടിക്കുന്നതിനാണ് കരയുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ പാല് കൊടുക്കണം. പാല് കൊടുക്കുമ്പം മുലക്കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുത്ത ഭാഗം മൊത്തം, ഏറിയോള എന്ന് പറയും, അത് മൊത്തം മുലക്കണ്ണ് മാത്രം ചവപ്പിച്ചാൽ കുഞ്ഞിന് പാല് കിട്ടില്ല. മൊത്തം ഭാഗം വായ്ക്ക് ഉള്ളിൽ വെച്ച് കുഞ്ഞിനെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ചൂട് കൊടുത്ത് പാല് കൊടുത്താൽ മാത്രമേ, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് പാല് കൊടുക്കുന്നതിനൊരു ബുദ്ധിമുട്ട് എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷെ അതൊരു പ്രയാസമായി കരുതാതെ മുതിർന്നവരുടെ സഹായത്തോടുകൂടെ കുഞ്ഞിനെ പലവട്ടം പാല് കുടിപ്പിക്കുക. ഈ പാല് കുടിപ്പിക്കുന്നതിൻ്റെ വേറൊരു പ്രാധാന്യം കൂടെ ഉണ്ട്. ആദ്യ ദിവസങ്ങളിൽ നമ്മൾ പാല് കൊടുത്താൽ മാത്രമേ കുഞ്ഞിന് ആവശ്യമായ പാല് അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. ആദ്യ ദിവസം ആദ്യം വരുന്ന പാലിനൊന്നും നമ്മൾ പാലിൻ്റെ പോലെ നിറമോ അങ്ങനെയൊന്നും കാണില്ല. പക്ഷേ അത് കുഞ്ഞിന് വാക്സിനാണ്, അത് കൊടുത്തേ പറ്റുള്ളൂ. അത് കൊടുത്തു കഴിയുമ്പോഴാണ് പാലിൻ്റെ നിറമൊക്കെ മാറി വെള്ള നിറത്തിലുള്ള പാല് പോലുള്ള ദ്രാവകം മുലക്കണ്ണിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ അത് നമ്മൾ എത്ര പ്രാവശ്യം കുടിപ്പിക്കുന്നത് നല്ലതാണ്. കൂടുതൽ പ്രാവശ്യം കുടിപ്പിച്ചാൽ മാത്രമേ കുഞ്ഞിന് ആവശ്യമായ പാല് അമ്മയുടെ ശരീരത്തിലുണ്ടാവുള്ളൂ. അല്ല, കുഞ്ഞ് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാതിരുന്നാൽ പാല് കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ പാലിൻ്റെ അളവ് കുറയുമ്പം കുഞ്ഞിന് കുടിക്കാനുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഹോസ്പിറ്റൽ ഡെലിവറി ചെയ്ത് അവിടെ കുഞ്ഞിനെ ഡോക്ടറൊക്കെ കണ്ടതാണെങ്കിൽ മിക്കവാറും കുഞ്ഞിന് യാതൊരു പ്രശ്നവും കാണാൻ സാധ്യതയില്ല. കുറച്ച് മെനക്കെട്ട് ഒരു 2-3 ദിവസം കുടിച്ച് കഴിയുമ്പോൾ കുഞ്ഞത് നല്ലവണ്ണം കുടിക്കാനായിട്ട് അത് ട്രെയിൻഡ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ പിടിച്ച് മാറ്റിയാൽ പോലും അതിന് പാല് കുടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നുണ്ടോ? ഹലോ, സാധാരണ കുഞ്ഞിന് പാല് തികയുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കുഞ്ഞ് പലവട്ടം, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം പാല് കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ കുഞ്ഞ് മലമൂത്ര വിസർജനം നടത്താറുണ്ട്. അപ്പോൾ അത് ഉണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. കുഞ്ഞിൻ്റെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞു പോകാതെ അടുപ്പിച്ചടുപ്പിച്ച് പാല് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ പ്രശ്നമൊന്നും വരാറില്ല. പിന്നെ ആദ്യ ദിവസങ്ങളിൽ പാല് തികയുന്നില്ല എന്ന്, കുഞ്ഞിന് വെയിറ്റ് വയ്ക്കുന്നില്ല, അതുകൊണ്ട് പാല് തികയുന്നില്ല എന്ന് ആരും വറി ചെയ്യേണ്ട കാര്യമില്ല. ആദ്യത്തെ 10 ദിവസങ്ങളിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കുറച്ച് കുറയുകയാണ് ചെയ്യുന്നത്. പാല് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഈ പറഞ്ഞതുപോലെ കുഞ്ഞിനെ അത് നല്ലവണ്ണം കുടിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ പ്രോബ്ലം ഇല്ലാതെ പോകും. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു കാര്യമാണ്, ഈ ഗർഭകാലത്ത് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ഛർദിൽ, അസിഡിറ്റി, നടുവേദന, യൂറിനറി ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ കൈകാൽ തരിപ്പ്, ഡിസ്ചാർജ് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ഈ ഗർഭകാലത്ത്. അപ്പം ഇതിനെല്ലാം എന്താണ് പ്രതിവിധി എന്ന് പറയുന്നത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഗർഭം ഒരു അസുഖമല്ല.
ഇപ്പം ഗർഭവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അസ്വസ്ഥതകൾ ഗർഭിണിക്ക് എന്തായാലും ഉണ്ടാവും. അതിൽ നമ്മുടെ ബോഡിയിലെ എല്ലാ സിസ്റ്റത്തിലും വളരെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണിത്. സ്ത്രീയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഛർദിൽ, ഗ്യാസിൻ്റെ പ്രശ്നം, ഇതെല്ലാം ഗർഭത്തോട് ചേർന്നുള്ളതാണ്. മൈൽഡായിട്ടുള്ള വയറുവേദന, നമ്മൾ ചെറുതായിട്ടിരിക്കുന്ന ഒരു വയറാണ് വലുതായി കുഞ്ഞിനെ അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അതിൻ്റേതായ മസിൽസൊക്കെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഉള്ള വേദന. പിന്നെ നമ്മൾ വയറ് ഫ്രണ്ടിലോട്ട് തള്ളുന്നതുകൊണ്ട് നടുവേദന ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്കൊരു മരുന്ന് കഴിച്ച് ഒരു രോഗിയെ ചികിത്സിക്കുന്നത് പോലെ ഗർഭിണികളെ ചികിത്സിക്കാൻ പറ്റില്ല. അപ്പോൾ ഗർഭിണി മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ കുറച്ച് അസ്വസ്ഥതകൾ നമുക്കിതിൻ്റെ കൂടെയൊക്കെ ഉള്ളതാണ്. നമുക്കൊരു കുഞ്ഞിനെ കിട്ടാനായിട്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ പോകാനേ പറ്റുള്ളൂ. അല്ലാതെ ഗർഭത്തിലെ ഓരോ സിംറ്റത്തിനും നമുക്ക്, അല്ലെങ്കിൽ ഓരോ നമ്മുടെ അസ്വസ്ഥതയ്ക്കും നമുക്ക് മരുന്ന് കഴിച്ച് അതിനെ ശരിയാക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഛർദിലിന് തന്നെ വലിയ ഛർദിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മരുന്ന് പറയൂ. 1-2 വട്ടം ഛർദിക്കുന്നത് ആ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകും. ആ വ്യതിയാനം ഉണ്ടായാൽ മാത്രമേ കുഞ്ഞവിടെ വളരുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഗർഭത്തോടൊപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുമായിട്ട് ചേർന്ന് വരുന്നതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതിനാണ് നമ്മുടെ മനസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കുക, നമ്മൾ ഗർഭിണിയാണെന്ന് നമുക്ക് തന്നെ ബോധ്യം ഉണ്ടായിരിക്കുക. അപ്പോൾ ഗർഭകാലത്ത് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരിക, അത് അതിൻ്റെ കൂടെ അതും കൂടെ ടോളറേറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് റെസ്റ്റ്, ധാരാളം വെള്ളം കുടിക്കുക, ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, സന്തോഷ നിമിഷങ്ങൾ പങ്കിടുക. ഇതൊക്കെ കഴിയുമ്പോൾ ഇതൊന്നും നമ്മൾ അറിയില്ല. ഗർഭകാലത്തെ പ്രശ്നങ്ങളൊന്നും അറിയില്ല. ഈ 9 മാസവും ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വരെയുണ്ട്. ഇതെല്ലാം കൂടെ തരണം ചെയ്ത് തന്നെയാണ്. ഗർഭത്തിൽ നമ്മൾ ഫുൾ റെസ്റ്റ് എടുക്കണമെന്നോ വീട്ടുകാര്യങ്ങൾ നോക്കാൻ പാടില്ലെന്നോ നമ്മുടെ ജോലി ചെയ്യാൻ പാടില്ലെന്നോ ഇങ്ങനെയൊന്നും ഇല്ല തന്നെ. അസ്വസ്ഥതകൾ ഇല്ലാത്തത് കൊണ്ടല്ലാതെ കുറച്ച് അസ്വസ്ഥതകൾ നമുക്ക് കാണും. അത് പ്രസവം കഴിഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് മാറുള്ളൂ. പിന്നെ തീരെ നിവർത്തിയില്ല. ഇപ്പോൾ ഭയങ്കര നടുവേദനയാണ്, സഹിക്കാൻ പറ്റുന്ന നടുവേദനയാണെങ്കിൽ നമ്മൾ പുറത്തുപയോഗിക്കുന്ന ഓയിൻമെൻറ്റ്സൊക്കെ ഉണ്ട്, അത് നമ്മൾ കൊടുക്കും. അല്ലാതെ ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനത്തെ അസ്വസ്ഥതകൾ മാറ്റാൻ പറ്റില്ല. മാറ്റാനായിട്ട് നമ്മൾ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും ദോഷമായിട്ട് വരും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഈ ഗർഭകാലത്തെ അപകട ലക്ഷണങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? ഇപ്പം എന്തെല്ലാം സൂചനകൾ കണ്ടാലാണ് നമ്മൾ ഉടനെ ഡോക്ടറെ കാണേണ്ടത്? ഗർഭകാലത്ത് അപകടമായിട്ട് വരുന്നത് ഒന്ന് വയറുവേദനയാണ്. പക്ഷെ വയറുവേദന ഞാൻ നേരത്തെ പറഞ്ഞത് നോർമൽ ഗർഭിണികൾക്ക് തന്നെ അത് വരും. വയറുവേദന ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യ മാസങ്ങളിലുള്ള വേദന, ഭയങ്കരമായിട്ട് വേദന വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ട്യൂബിലുണ്ടാകുന്ന ഗർഭത്തിൻ്റെ ഒരു ലക്ഷണമാവും. പിന്നെ ഉള്ളത് ഗർഭകാലത്ത് മാത്രം വരുന്ന ചില സങ്കീർണതകൾ. ഒന്ന്, നമ്മൾ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ഗർഭത്തിലുണ്ടാകുന്ന ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥ. ഗർഭകാലത്ത് മാത്രം ഉണ്ടാകുന്ന ഡയബറ്റീസ് ഉണ്ട്, നമ്മളിത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ ഒരു ഡയബറ്റിക് ആണെങ്കിൽ ഗർഭകാലത്ത് അത് വീണ്ടും മൂർച്ഛിക്കാം, നേരത്തെ BP ഉള്ളവർക്ക് അത് വീണ്ടും കൂടാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ BP കൂടുന്ന സ്ത്രീകൾക്ക് ചിലപ്പോൾ ഭയങ്കര തലവേദനയായിട്ടായിരിക്കും, ചിലപ്പോൾ അവരുടെ ശരീരത്തിൽ നീർക്കെട്ടോടെ ആയിരിക്കും, കണ്ണിന് മയക്കം വരാം. അപ്പോൾ അങ്ങനെ പല ലക്ഷണങ്ങളോടെയാണ് വരുന്നത്. ഇതിനാണ് നമ്മൾ ഗർഭകാല പരിചരണം വെച്ചിരിക്കുന്നത്. BP ചെറുതായിട്ട് കൂടുമ്പോൾ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഇതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഗർഭകാല പരിചരണത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടറോട് നമ്മൾ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ലീലാമണി ആയിരുന്നു. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.